ഹായ് ഫ്രണ്ട്സ്, രാപ്റ്റ് വില്ലേജ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചലിക്കുന്ന ടേബിളാണ് നിർമ്മിച്ചത്. ബൈക്കിൻ്റെ ടയറും സെറാമിക് ടൈൽസും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ടേബിൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൈക്കിൻ്റെ ടയറാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് ടയർ മതി. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടയറായാൽ ബെറ്റർ ആവും. എന്നിട്ട് നമുക്ക് അടിയിൽ കുറച്ച് മണൽ വിതറി കൊടുക്കാം. ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിൽ നമുക്ക് മണൽ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ടയർ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക. ശേഷം നമുക്ക് അല്പം മണലും കുറച്ച് അതിന് ആനുപാതികമായിട്ടുള്ള സിമെൻറ്റും മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ടയറിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. ശേഷം നമുക്ക് ഫൗണ്ടേഷൻ മണലിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് സിമെൻറ്റ് കടക്കാതിരിക്കാൻ ഒരു കവർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടയറിൻ്റെ എഡ്ജിൻ്റെ അത്രയും ഭാഗം നമുക്ക് സിമെൻറ്റ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ടേബിളിൻ്റെ കാല് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ബോൾട്ട് ഇതിൽ ഫിക്സ് ചെയ്യണം. വീഡിയോയിൽ കാണുന്ന പോലെ ബോൾട്ട് നല്ല രീതിയിൽ അടിയിലേക്ക് അമർത്തി വെക്കുക. അടിയിലുള്ള ഫൗണ്ടേഷൻ മണലിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ നന്നായിട്ട് അമർത്തി വെക്കുക. ഇങ്ങനെ ഈ 4 ബോൾട്ടും അമർത്തി വെച്ചതിന് ശേഷം 4 കമ്പികൾ എടുക്കുക. ഞാൻ ഉപയോഗിച്ചത് ഒരു 6 mm കമ്പിയാണ്. ഇതിൻ്റെ ആവശ്യമില്ല, ഒരു 4 mm കമ്പിയാലും മതി. കമ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സിമെൻറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ടയറിൻ്റെ എഡ്ജ് ഭാഗം വരുന്ന വരെ നമുക്ക് സിമെൻറ്റ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. സിമെൻറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ടയറിൻ്റെ ഉൾവശത്തേക്ക് നല്ല രീതിയിൽ സിമൻറ്റ് കടത്തിവിടണം. അല്ലാത്ത പക്ഷം കോൺക്രീറ്റിൻ്റെ ഗ്രിപ്പും ഉറപ്പും കുറയുന്നതായിരിക്കും. ശേഷം നമുക്ക് ടയറിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനുള്ള കുറച്ചു ടൈൽ പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ
എടുത്തത് വൈറ്റ് ടൈലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ടൈൽ പൊട്ടിച്ചെടുക്കുമ്പോൾ കൈ മുറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ അറ്റം അത്രയും മൂർച്ചയുള്ളതായിരിക്കും. ശേഷം പൊട്ടിച്ചെടുത്ത ടൈൽ പീസുകൾ ഇതുപോലെ നല്ല വൃത്തിയുള്ള രീതിയിൽ ഭംഗിയായി അടുക്കി വെക്കുക. ടൈൽസ് അടുക്കി വെക്കുമ്പോൾ അല്പം ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ടൈൽസ് ഇതുപോലെ നന്നായി അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഫിൽ ചെയ്യാനുള്ള ടൈൽസ് പൗഡറാണ്. ഇത് മാർക്കറ്റിൽ നിന്ന് ഒരു 30 രൂപ 40 രൂപ റേഞ്ചിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം മിക്സ് ചെയ്ത ടൈൽസ് പൗഡർ നമുക്ക് ഈ ടൈലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ടൈൽസ് പൗഡർ ടൈൽസിൻ്റെ ഇടയിലുള്ള എല്ലാ ഗ്യാപ്പിലേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടൈൽസ് പൗഡർ ഇതുപോലെ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് ടൈൽസിൻ്റെ മുകൾ ഭാഗത്തുള്ള ടൈൽസ് പൗഡർ നമുക്ക് തുടച്ചെടുക്കാം. ഇതുപോലെ നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഡ്രൈ ആവാൻ ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ടേബിൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊക്കി നോക്കാം. നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത ബോൾട്ടാണ് ആ കാണുന്നത്. അതിൽ കോൺക്രീറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ടേബിൾ ടോപ്പ് കാലിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ടേബിളിൻ്റെ കാലായിട്ട് യൂസ് ചെയ്യുന്നത് വീൽ ചെയറിൻ്റെ അടിഭാഗമാണ്. നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച ബോൾട്ടിലേക്ക് നമ്മുടെ ടേബിൾ ടോപ്പിൻ്റെ കാലിൻ്റെ ഭാഗം ചേർത്ത് വെച്ച് ബോൾട്ട് ടൈറ്റ് ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചലിക്കുന്ന കോഫി ടേബിൾ റെഡി ആയിട്ടുണ്ട്. ഈ ചെറിയ അറിവ് നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.